Oh, you make me wanna talk back to you. Say it like that. If I hate you, then find someone new. Baby, but you know I never will. No, so I choke you down just like a pill. ONEPLUS NORD. നമുക്കറിയാം ഈ ഡിവൈസ് ലോഞ്ച് ആയിട്ട് ഇപ്പോൾ 4 മാസമാകാറായി. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 4 മാസം കഴിഞ്ഞിട്ടും ഈ ഡിവൈസുമായി എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീൻസ് ടെക്സോൾ എന്ന എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻസ്. നേരെ വീഡിയോയിലേക്ക്. ആസ് എ നോർമൽ മൊബൈൽ യൂസർ നമ്മൾ ഫസ്റ്റ് ഒരു ഫോണിൽ നോക്കുന്ന അതിൻ്റെ ബെറ്റർ ഡിസ്പ്ലേ ആണ്. ആ കാര്യത്തിൽ ONEPLUS NORD എന്ന ഈ ഡിവൈസ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം നമുക്കിവിടെ കിട്ടുന്ന ഒരു ഫ്ലൂയിഡ് അമോലഡ് പാനലാണ്. ഈ ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളേഴ്സ് എല്ലാം വളരെയധികം നല്ല പഞ്ചി കളേഴ്സാണ്. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഫ്ലൂയിഡ് പാനൽ ആയതുകൊണ്ട് തന്നെ ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് വൈൽ ബ്രൗസിങ് ആൻഡ് ഗെയിമിങ് എനിക്ക് കിട്ടുന്നുണ്ട്. നോർമൽ ഡേ ലൈറ്റൊക്കെ നല്ല ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിളിലും മറ്റു പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. സോ സ്ക്രാച്ചസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം ഒരു ഡിവൈസിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു കേസ് ഇട്ടുകൊണ്ട് നടക്കാവുന്നതാണ്. 6.44 ഇഞ്ചാണ് ഇതിൻ്റെ ബോഡി സൈസ്. വൺ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങേയറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല ഡിവൈസുകളും നമ്മുടെ കയ്യിൽ ഒതുങ്ങാറില്ല. എന്നാൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ONEPLUS NORD എന്ന ഈ ഡിവൈസ് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒതുങ്ങി നിങ്ങൾക്ക് നല്ല യൂസർ എക്സ്പീരിയൻസ് ലഭിക്കുകയും ചെയ്യും. വീഡിയോ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 1080p വരെയുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം പോലത്തെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സ്പീക്കേഴ്സ് നോക്കുമ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. ആക്ച്വലി അവിടെ ഒരു ഡൗൺഗ്രേഡ് നടന്നിട്ടുണ്ട്. 30,000 രൂപ കൊടുത്തൊരു ഡിവൈസ് എടുക്കുമ്പോൾ അതിനൊരു സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്ന ഒരു സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കറാണ്. സോ അതിൻ്റെ സൗണ്ടിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വാല്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ അതിൻ്റെ സൗണ്ടിങ് എക്സ്പീരിയൻസ് കേൾപ്പിക്കാം. വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാൽ സ്റ്റീരിയോ സ്പീക്കർ നൽകാമായിരുന്നു എന്നതിൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഡിവൈസ് ലോഞ്ച് ചെയ്ത ടൈമിൽ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അതായത് ഇതിൽ ടിൻറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല. മേ ബി ഏതെങ്കിലും യൂണിറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും ടിൻറ്റ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ ഡിസ്പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഡിസ്പ്ലേ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രൊസസ്സർ എന്നത്. നോഡ് എന്ന ഈ ഡിവൈസിൽ പവർ ചെയ്തിരിക്കുന്ന സ്നാപ്ഡ്രാഗണിൻ്റെ 765G ചിപ്സെറ്റ് കൊണ്ടാണ്. സോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നത് 5G എനേബിൾഡ് ആണ്. സോ എനിക്ക് ഈ ഡിവൈസ് ഫ്യൂച്ചർ പർപ്പസിന് യൂസ് ചെയ്യാം. അതുമാത്രമല്ല 765Gയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്നത് സൂപ്പർബാണ്. വലിയ ഹീറ്റിംഗ് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല. അതുമാത്രമല്ല വെൽ ബാറ്ററി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. നമുക്കിതിൽ ജസ്റ്റ് ആസ്ഫാൾട്ട് 8 കളിച്ച് നോക്കാം. ഹൈ ക്വാളിറ്റി ഓപ്ഷൻസ് ഇട്ടാണ് ഞാനിത് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വ്യൂയിങ് എക്സ്പീരിയൻസ്, അതായത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടത്തുള്ളൂ, എന്നാൽ വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നത്. സോ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ബാക്കി പ്രൊസസ്സറിൻ്റെ സ്പെക് ഷീറ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നൽകാത്തത്. സോ പ്രൊസസ്സറിൻ്റെ സൈഡ് ഈസ് പക്ക ഓക്കെ ആണ്, നോ ഇഷ്യൂ ആൻഡ് ഓൾസോ ഫ്യൂച്ചറിസ്റ്റിക് ഫോണാണ്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അത് ഞാൻ ഓരോന്നായി പറയാം. ഫസ്റ്റ്ലി ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നോഡിൽ കാണാൻ സാധിക്കുന്നത്. 48 MBയുടെയാണ് സെൻസർ. പ്രൈമറി സെൻസറായിട്ട് നൽകിയിരിക്കുന്ന IMX586 സെൻസറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോണിയുടെ സെൻസറാണ്. സോ അത്യാവശ്യം നല്ല ഒറിജിനൽ ഇമേജസും വീഡിയോസും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് വൈബ്രൻസ് കൂട്ടിയോ അല്ലെങ്കിൽ മറ്റ് കളേഴ്സൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു വീഡിയോ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എക്സ്പീരിയൻസോ അല്ല നമുക്കിവിടെ കിട്ടുന്ന നാച്ചുറൽ ടോണിലുള്ള വീഡിയോസും ഫോട്ടോസും നമുക്കിത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറ UI നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിക് UI ആണ് നൽകിയിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ക്യാമറ പെർഫോമൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ചവറ് വാരി ഇട്ടേക്കുന്നൊന്നുമില്ല.
നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഈ ഡിവൈസിൽ നിന്നെടുത്ത കുറച്ച് ഷോട്ട്സ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കാണിക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെയുണ്ട് എന്നതൊക്കെ. അതുമാത്രമല്ല, ഈ ക്യാമറയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഡിഫക്റ്റ് എന്നത്, നമ്മൾ ക്യാമറ കുറച്ച് നേരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി നല്ലതായി തന്നെ ഡ്രെയിൻ ആകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രെയിൻ ആവുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഡേറ്റ ഓൺ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ വൈഫൈ ഓൺ ആക്കിക്കൊണ്ടോ നമ്മൾ യൂസ് ചെയ്യാൻ നേരം നമുക്ക് ബാറ്ററി ഡ്രെയിനേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. എന്നാൽ നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്ററി ഡ്രെയിനേജ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ല മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ഡിഫക്റ്റ് ഒഴിച്ച് മാത്രം, ഈ ഒരു ഡിഫക്റ്റ് എൻ്റെ യൂണിറ്റിന് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഏതെങ്കിലും നോഡ് യൂസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇതൊരു ബഗ്ഗാണ്. ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടെ ഇത് മാറ്റാൻ സാധിക്കുന്നതാണ്. സോ OnePlus ടീം എന്തായാലും അതിന് മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഇൻ്റർഫേസ് നോക്കാം. സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് വരുമ്പോൾ Android 10 ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വിത്ത് Oxygen OS. മികച്ച ഒരു UI ആണ് Oxygen OS എന്ന് പറയുന്ന ഒരു പക്ക സ്റ്റോക്ക് ആൻഡ്രോയിഡ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. അതുമാത്രമല്ല, ഈ ബ്ലോട്ട്വെയർ എന്ന ചെകുത്താൻ ഈ ഫോണിൽ ഇല്ല. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നീട് ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ 4115 mAh ബാറ്ററിയാണ്. ഏകദേശം ഒരു 8 hours ഓഫ് സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട്. ഞാനൊരു ഹാർഡ് കോർ ഗെയിമർ ഒന്നുമല്ല, ഒരു ആവറേജ് കൺസ്യൂമറാണ്. സോ എനിക്ക് ഇത്രയും ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും WAP 30T ചാർജറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി ഒരു 50 മിനിറ്റ് കൊണ്ട് 15% to 100 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി സൈഡ് പക്കയാണ്, വിഷയമൊന്നുമില്ല. ആകെ നമ്മൾ നേരത്തെ കണ്ട പോലെ ക്യാമറയുടെ ഭാഗത്തുള്ള ഒരു ബിഗ് ഇഷ്യൂ മാത്രമുള്ളൂ. പിന്നീട് ഇതിൻ്റെ സ്റ്റോറേജ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ UFS 2.1 ആണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് 8GB 128GB വേരിയൻ്റ് ആണ്. സോ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സ്ലിം സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഹയർ വേരിയൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഡിവൈസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഓപ്റ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചില്ല. കാരണം ആ ഏരിയാസിലൊന്നും ഈ ഡിവൈസുമായിട്ട് എനിക്ക് വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. സോ നിങ്ങളൊരു 28,000 രൂപ മുടക്കിക്കൊണ്ട് OnePlus Nord എന്ന ഡിവൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ അല്ലയോ എന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി കാണും. എൻ്റെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാവിയിലാണെങ്കിലും ഈ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ OnePlusൻ്റെ സൈഡിൽ നിന്നും ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെയാണ് OnePlus Nord എന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും കാണണം. സ്റ്റേ ട്യൂൺഡ്.